الحمد لله رب العالمين نحمده ونستعينه ونستغفره ونستهدي ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم فإذا ركبوا في الفلك دعوا الله مخلصين له الدين فلما نجاهم إلى البر إذا هم يشركون ഏറ്റവും ആദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ പ്രപഞ്ച സൃഷ്ടാവായ പടച്ച റബ്ബിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ നിഖില മേഖലകളിൽ സൂക്ഷിച്ച് ജീവിക്കണമെന്നും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളെ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പകർത്തി ഈമാനും തഖ്വയും കൈവരിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അബ്ബാസിയ ഭരണകാലഘട്ടത്തിലെ ഏറ്റവും പ്രമുഖനായ ഭരണാധികാരിയായിരുന്നു ഹാറൂൺ റഷീദ്. അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടത്തിൽ നടന്ന ഒരു സംഭവം ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന സാഹിദായ, ഭൗതിക വിരക്തിയുള്ള, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ച, പരലോകത്തേക്ക് വമ്പിച്ച പ്രതിഫലം വാരിക്കൂട്ടിയ ഒരു മഹാമനുഷ്യനാണ്
ഹാത്തിമുൽ അസം എന്ന മഹാമനുഷ്യൻ. ഹാത്തിമുൽ അസം അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ വല്ലാത്ത ആഗ്രഹമായിരുന്നു ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ പോകണമെന്നത്. എന്നാൽ സാമ്പത്തികമായി വലിയ പ്രയാസം അനുഭവിക്കുന്ന കുടുംബമാണ് ഹാത്തിമുൽ അസമിൻ്റെ കുടുംബം. 4-5 പെൺകുട്ടികളും ഒരു ഭാര്യയുമുള്ള ഹാത്തിമുൽ അസം തൻ്റെ ഹജ്ജ് യാത്രയെക്കുറിച്ച് ആ ആഗ്രഹം നിറവേറ്റാൻ തൻ്റെ മക്കളെയും ഭാര്യയും വിളിച്ചുകൂട്ടി സംസാരിക്കുന്നുണ്ട്. അന്നത്തെ സാഹചര്യത്തിൽ ഇറാഖിൽ നിന്ന് മക്കയിലെത്തി ഹജ്ജ് കർമ്മം നിർവഹിക്കുക എന്നത് ഒരു വലിയ ത്യാഗം തന്നെയാണ്. എന്നാൽ തനിക്കു മാത്രം ഹജ്ജ് കർമ്മം നിർവഹിക്കുവാനുള്ള ചെറിയ സമ്പത്ത് മാത്രമാണ് ഹാത്തിമുൽ അസമിൻ്റെ കയ്യിലുള്ളത്. തൻ്റെ കുടുംബത്തെ കൂടെ കൂട്ടാനുള്ള സമ്പത്തില്ല. എന്നാൽ ഒരു തീരുമാനമെടുക്കാൻ തൻ്റെ കുട്ടികളെയും തൻ്റെ ഭാര്യയെയും വിളിച്ചിട്ട് സംസാരിക്കുന്നുണ്ട്. ആഗ്രഹം പങ്കുവച്ചപ്പോൾ ചെറിയ മക്കൾ അദ്ദേഹത്തെ തടഞ്ഞു. ഭാര്യയും ചെറിയ മക്കളും പറഞ്ഞു, നിങ്ങൾ പോയാൽ, ഉപ്പ പോയാൽ ഞങ്ങൾ പട്ടിണിയിലാകും. ഞങ്ങൾക്ക് തൊട്ടടുത്ത നിമിഷം ഒരുപക്ഷേ മരണം പോലും സംഭവിക്കും. അതുകൊണ്ട് ഉപ്പച്ചി പോകരുത്. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ വാപ്പാൻ്റെ ആഗ്രഹം മനസ്സിലാക്കിയ മൂത്ത മകൾ ഹാത്തിമുൽ അസമിനോട് പറഞ്ഞു, ഉപ്പ നിങ്ങൾക്ക് പോകാം, ഞങ്ങളുടെ കാര്യം അള്ളാഹു നോക്കിക്കൊള്ളും. മൂത്ത മകളുടെ വാക്കുകേട്ട ഹാത്തിമുൽ അസമിന് വല്ലാത്ത സന്തോഷമായി. യാത്രക്കൊരുങ്ങി. ഹാത്തിമുൽ അസം ഹജ്ജിനായുള്ള യാത്രയ്ക്ക് ഒരുങ്ങി തയ്യാറായി പുറപ്പെട്ടു. ഏറെ നാളുകൾ പിന്നിട്ടപ്പോൾ വലിയ സാമ്പത്തിക പ്രതിസന്ധിയായി. ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാതെ പ്രയാസപ്പെടുന്ന അവസ്ഥ വന്നപ്പോൾ ചെറിയ കുട്ടികൾ ഇത്താത്തയോട് പറഞ്ഞു, ഇത്തയാണ് വാപ്പാനെ പറഞ്ഞു വിട്ടത്. ഇന്ന് പട്ടിണിയുടെ അവസ്ഥയിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. തൊട്ടടുത്ത നിമിഷങ്ങളിൽ നമ്മളേറ്റവും കൂടുതൽ പ്രയാസത്തിലേക്ക് നീങ്ങും. അതുകൊണ്ട് ഇതിന് കാരണക്കാരി ഇത്താത്തയാണ് എന്ന് പഴി പറയുമ്പോൾ ആ സഹോദരി ഇത്ത അള്ളാഹുവിനോട് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നുണ്ട്. അള്ളാഹുവേ, ഈ പ്രതിസന്ധിയുടെ സന്ദർഭത്തിൽ ഞങ്ങൾക്ക് രക്ഷയായി സമാധാനമായി അള്ളാഹുവേ നീ മാത്രമാണുള്ളത്, ഞങ്ങളെ സഹായിക്കണേ എന്ന് മനസ്സറിഞ്ഞു പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരിയുടെ പ്രാർത്ഥന. പിന്നീട് സംഭവിക്കുന്നത് അത്ഭുതങ്ങളാണ്. നാട് ഭരിക്കുന്ന ഹാറൂൺ റഷീദ് തൻ്റെ സൈന്യവുമായി ഒരു യാത്ര കഴിഞ്ഞ് തിരിച്ചു മടങ്ങി വരുമ്പോൾ വലിയ ദാഹം അകപ്പെടുന്ന സന്ദർഭത്തിൽ ഒരു ചെറിയ കുടിലിൻ്റെ മുന്നിലൂടെ യാത്ര ചെയ്യുമ്പോൾ കുടിൽ കണ്ട സന്തോഷത്തിൽ ഹാറൂൺ റഷീദും സംഘവും ആ കുടിലിലേക്ക് സമീപിച്ചു. അവിടെ എത്തിപ്പെട്ട് വെള്ളം ആവശ്യപ്പെടുന്നുണ്ട്. കുട്ടികൾ സന്തോഷത്തോടുകൂടി ഹാറൂൺ റഷീദിനും സംഘത്തിനും വെള്ളം കൊടുത്തു. എന്നിട്ട് ചെറിയ കുശലാന്വേഷണം നടത്തി. കുശലാന്വേഷണത്തിൽ ഇത് ആരുടെ വീടാണ് എന്ന് ഹാറൂൺ റഷീദ് ആ കുടുംബത്തോട് ചോദിക്കുമ്പോൾ ഇത് ഹാത്തിമുൽ അസമിൻ്റെ വീടാണ്. സുബ്ഹാനല്ലാഹ്, ഹാറൂൺ റഷീദിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഈ ചെറിയ കുടിലിലാണോ ഇത്രയും കാലം ഹാത്തിമുൽ അസം ജീവിച്ചത് എന്നത് ഒരു ഭരണാധികാരി എന്ന നിലയ്ക്ക് എനിക്കറിയാൻ കഴിഞ്ഞില്ല. ഹാത്തിമുൽ അസമിൻ്റെ കുടുംബത്തിന് തൻ്റെ കൈവശമുണ്ടായിരുന്ന ചെറിയ ചെറിയ നാണയങ്ങളും തൻ്റെ കൈവശമുണ്ടായിരുന്ന സമ്പത്തിൻ്റെ ഒരു ഓഹരിയും ഹാറൂൺ റഷീദ് ആ കുടുംബത്തിന് കൈമാറി. എന്നിട്ട് തൻ്റെ സംഘത്തോടൊപ്പമുള്ള ആളുകളോട് പറഞ്ഞു, നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള പ്രതിഫലമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിങ്ങൾക്ക് ഹാറൂൺ റഷീദ് എന്ന ഭരണാധിപനെ നിങ്ങൾക്ക് ഇഷ്ടമാണോ? അങ്ങനെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഈ കുടുംബത്തിന് നിങ്ങളുടെ കൈവശമുള്ള സമ്പത്തു കൈമാറണം എന്നാവശ്യപ്പെട്ടപ്പോൾ അവർ ഒന്നും മടിക്കാതെ ആ കുടുംബത്തിന് അവരുടെ സമ്പത്ത് കൈമാറുന്നൊരു ചരിത്രം കാണാൻ കഴിയും. അവർ അവിടെ നിന്ന് പോയി. കുടുംബം രക്ഷപ്പെട്ടു. ഏറ്റവും നല്ല ഖൈറിലായി. നല്ല സമ്പത്തും സൗകര്യങ്ങളും ഒക്കെ ലഭിച്ചു. ആ സമയത്ത് മൂത്ത സഹോദരി ഹാത്തിമുൽ അസമിൻ്റെ മകൾ
ഒറ്റയ്ക്കിരുന്നു കരയുന്നത് അവിടുന്ന് ചെറിയ അനിയത്തിമാർ കാണുന്നുണ്ട്. അവർ ഒരുമിച്ചുകൂടി ഇത്താത്തയോട് സംസാരിക്കുന്നു. എന്തിനാണ്, നമുക്കിപ്പോൾ അല്പം പുരോഗതി ലഭിച്ചിട്ടുണ്ട്, ഇനിയും എന്തിന് കരയണം എന്ന് ചോദിക്കുമ്പോൾ ആ മൂത്ത സഹോദരിയുടെ ഒരു വർത്തമാനമുണ്ട്. ഈ പ്രപഞ്ചത്തിൽ അള്ളാഹു സൃഷ്ടിച്ച ഒട്ടനവധി പടപ്പുകൾ, അതിലെ ഒരു പടപ്പ് വിചാരിച്ചപ്പോൾ നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഐശ്വര്യം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ പരിഗണനയെക്കുറിച്ച് ഞാൻ ആലോചിച്ചു പോയതാണ് എൻ്റെ കുട്ടികളെ എന്ന് പറയുന്ന ഒരു സഹോദരിയുടെ വർത്തമാനം സഹോദരങ്ങളെ കാണാൻ കഴിയും. വല്ലാത്തൊരു ഓർമ്മപ്പെടുത്തലാണ്, വലിയ ചിന്തയാണ്, വലിയ അറിവാണ് ഈ ഒരു ചരിത്രത്തിലൂടെ നമുക്ക് നേടിത്തരുന്നത്. ജീവിതത്തിൻ്റെ പ്രതിസന്ധിയിൽ അള്ളാഹുവിനോട് കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചപ്പോൾ അള്ളാഹു പരിഗണിച്ച ഒരു പരിഗണന, അത്തരത്തിൽ ജീവിതത്തിൽ ഈ ദുനിയാവിലും വരാനുള്ള പരലോകത്തും നമ്മെ പടച്ച അള്ളാഹുവിൻ്റെ പരിഗണന ജീവിതത്തിൽ ലഭിക്കുമോ എന്നതിനെ ഓർത്തിട്ടാണ് ഈ താത്ത കരഞ്ഞത് എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു സംഭവം നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. നമ്മളുടെയൊക്കെ ജീവിതം പരിശോധിച്ചാൽ സഹോദരങ്ങളെ, നീറുന്ന പ്രശ്നങ്ങളാണ്, ഒട്ടനവധി പ്രയാസങ്ങളാണ് പറയാനുള്ളത്. ഈ അടുത്ത് വിവാഹം കഴിഞ്ഞ് 12 വർഷമായിട്ടും കുട്ടികൾ ലഭിക്കാത്തതിൻ്റെ പേരിൽ ഒരു സന്താന സൗഭാഗ്യം കാത്തിരുന്ന് ലഭിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും ഒരു കുഞ്ഞിക്കാലു കാണാൻ എനിക്കിന്നേ വരെ ഭാഗ്യം അള്ളാഹു തന്നിട്ടില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്നവരുണ്ട്. രോഗം അതീവ തീവ്രതയിലെത്തി, ഇനി എന്തു ചെയ്യണം എന്നറിയാതെ മനസ്സ് വേദനിക്കുന്ന എത്രയെത്ര ആളുകൾ ജീവിച്ചിരിപ്പുണ്ട്. അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഖുർആനിൻ്റെ ചില ഓർമ്മപ്പെടുത്തൽ, അള്ളാഹുവിനെ തിരിച്ചറിയാൻ സഹോദരങ്ങളെ, അത്തരത്തിൽ കഴിയുന്ന സാധിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ വേദനകളാണെങ്കിലും, എന്തൊക്കെ പ്രയാസങ്ങളാണെങ്കിലും, എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണെങ്കിലും അള്ളാഹു പരിഗണിച്ചാൽ കഴിയുന്നതേ ഉള്ളൂ. നമ്മളുടെ വേദനകളും നമ്മൾ കൊണ്ടു നടക്കുന്ന പ്രയാസങ്ങളും നമ്മൾ കൊണ്ടു നടക്കുന്ന ബുദ്ധിമുട്ടുകൾക്കും പരിഹാരം അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് ലഭിക്കും എന്നതിനെക്കുറിച്ച് നമ്മൾ അറിയണം. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെക്കുറിച്ച് പരിചയപ്പെടുത്തിയത് ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അള്ളാഹുവിനെക്കുറിച്ച് റബ്ബ് പഠിപ്പിച്ചത് അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ് എന്നതാണ്. സഹോദരങ്ങളെ, പലപ്പോഴും രോഗികളായി ഹോസ്പിറ്റലിലെത്തി അവസാനം വൈദ്യശാസ്ത്രത്തിൽ, ഇന്നത്തെ മെഡിക്കൽ സയൻസിൽ ഇനി മരുന്നില്ല ചികിത്സിക്കാൻ, നിങ്ങൾ പോവുക, ഇനി വീട്ടിൽ റെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞൊരു രോഗിയെ തിരിച്ചയച്ചാലും സഹോദരങ്ങളെ, സമാധാനിക്കാൻ വക നൽകുന്നത് നമ്മെ സൃഷ്ടിച്ച പ്രപഞ്ചത്തിൻ്റെ നാഥനായ അള്ളാഹുവിനെ തിരിച്ചറിയുമ്പോഴാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം പടച്ച റബ്ബ് പഠിപ്പിച്ചത് ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ് എന്ന വലിയ പാഠമാണ്. എത്ര പ്രതിസന്ധികൾ വന്നാലും, എത്ര രോഗം വന്നാലും, ഇന്നത്തെ മെഡിക്കൽ സയൻസിൽ മരുന്നില്ല എന്ന് എഴുതിത്തള്ളിയാലും അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ അള്ളാഹുവിന് കഴിയും എന്നത് സഹോദരങ്ങളെ തിരിച്ചറിയണം. ഇന്നും എനിക്ക് ഓർക്കാൻ കഴിയുന്നത് എറണാകുളത്തെ എൻ്റെ ഒരു സഹോദരൻ, എൻ്റെ ഒരു സുഹൃത്ത് അൻവർ മെഡിക്കൽ സയൻസ് ഇനി ഒരിക്കലും നടക്കില്ല എന്ന് വിധി എഴുതി. എന്നാൽ അത്ഭുതമാണ് സംഭവിച്ചത്. അൻവറിൻ്റെ ഇന്നത്തെ ജീവിതം ഓടി നടക്കാൻ അള്ളാഹു അനുഗ്രഹിക്കുന്നുണ്ട്. കാലുകൾ ഒരുപക്ഷേ സ്വാധീനം നഷ്ടപ്പെട്ട് ഇനി ഒരിക്കലും ഇതിന് ചികിത്സയില്ല എന്ന് എഴുതിത്തള്ളുമ്പോഴും ലോകത്തെ കോടാനുകോടി മനുഷ്യന്മാരുടെ പ്രാർത്ഥന ലഭിച്ചപ്പോൾ അള്ളാഹു അത്ഭുതം വിളയിക്കുകയാണ്. ആ സഹോദരനെ ഇന്ന് ആത്മാർത്ഥമായി ദഅ്വാ രംഗത്ത് ഓടി നടക്കാൻ അള്ളാഹു അനുഗ്രഹം കൊടുത്തിട്ടുണ്ടെങ്കിൽ എത്ര പ്രതിസന്ധികൾ വന്നാലും, എത്ര പ്രയാസം വന്നാലും, എത്ര വൈദ്യശാസ്ത്രം എഴുതിത്തള്ളിയാലും അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിവുള്ള പ്രപഞ്ചത്തിൻ്റെ നാഥനോട് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കാൻ ആർക്കാണോ കഴിയുന്നത് അവനെ സംബന്ധിച്ചിടത്തോളം റബ്ബ് സഹായിക്കും. അള്ളാഹുവിൻ്റെ പരിഗണനയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പരിഗണനയായി ഒരു വിശ്വാസി കാണേണ്ടുന്നത്. പലപ്പോഴും സാമ്പത്തികമായി തകർന്നു പോകുന്ന ആളുകളുണ്ട്. കരകയറാൻ ഇനി എന്തു മാർഗം എന്നൊക്കെ തീരുമാനിച്ച് ഇനി എന്തു ജീവിതം എന്നൊക്കെ ആലോചിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ ഖുർആൻ അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തിയപ്പോൾ
ഇന്നല്ലാഹ യർസുഖു മയ്യശാ ബിഗൈരി ഹിസാബ്. അവിടെയും ഖുർആൻ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞത് ഇന്നല്ലാഹ യർസുഖു മയ്യശാ, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഉപജീവനം വിശാലമായി നൽകും. ബിഗൈരി ഹിസാബ്, കണക്കില്ലാത്തവണ്ണം. എന്നാൽ അള്ളാഹുവിനെ യഥാവിധി സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകളാണെങ്കിൽ റബ്ബ് സഹായിക്കും എന്നത് അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്. സഹോദരങ്ങളെ, എത്ര പ്രതിസന്ധികൾ ജീവിതത്തിൽ വന്നപ്പോൾ അതിനൊക്കെ പരിഹാരം കാണിച്ചു കൊടുക്കാൻ റബ്ബിന് കഴിഞ്ഞു എന്നുള്ളതിൻ്റെ വലിയ തെളിവുകൾ ഖുർആൻ പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് ഖുർആൻ പഠിപ്പിച്ച അറിവുകളാണ്. നോക്കൂ, ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജീവിതത്തിൽ ഒരു പുരുഷായുസ് അധ്വാനിച്ച് പരിശ്രമിക്കുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാം നോക്കൂ, ചെറുപ്പത്തിൽ തന്നെ അവിടുന്ന് കരിച്ചുകളയാൻ, തീക്കുണ്ടാരത്തിലേക്കിട്ട് കരിച്ചുകളയാൻ ഒരു സമൂഹം ഒന്നടങ്കം തീരുമാനിക്കുമ്പോൾ അവിടെ അത്ഭുതമാണ് സംഭവിക്കുന്നത്. അവിടുത്തെ അവസാനത്തെ പ്രാർത്ഥന അല്ലാഹുമ്മ അൻത റബ്ബി, അല്ലാഹുമ്മ അൻത വാഹിദുൻ ഫി സമാ വ അന വാഹിദുൻ ഫിൽ അർദ്. അല്ലാഹുവേ, ആകാശത്ത് നീ ഏകനാണെങ്കിൽ ഈ ഭൂമി ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ നിന്നെ ആരാധിക്കാൻ ഇബ്രാഹിം എന്ന ഈ ചെറുപ്പക്കാരനല്ലാതെ മറ്റൊരാളില്ല. നീയാണ് ഈ പ്രതിസന്ധിയിൽ എന്നെ സഹായിക്കേണ്ടുന്നത്. ലോകത്തെ നാട്ടിലെ മുഴുവൻ ആളുകളും ഒന്നടങ്കം നശിപ്പിച്ചു കളയാൻ ഇബ്രാഹിം എന്ന ചെറുപ്പക്കാരനെ വകവരുത്താൻ തീരുമാനിക്കുമ്പോൾ അവിടുന്ന് ഭയപ്പെട്ടിട്ടില്ല, അവിടുന്ന് പേടിച്ചു പോയിട്ടില്ല. അവിടുത്തെ സഹായം എന്നെ പരിഗണിക്കാൻ എനിക്കു സഹായമായി അള്ളാഹു ഉണ്ട് എന്ന ഉറച്ച വിശ്വാസമാണ്. നോക്കൂ, അയ്യൂബ് നബി അലൈഹിസ്സലാമയുടെ ചരിത്രം നമ്മളൊക്കെ എത്ര ആവർത്തി കേട്ടിട്ടുണ്ട്. 18 കൊല്ലം വലിയ രോഗം ബാധിച്ചു, കൂടെ ഒരാളുമില്ല. ഭാര്യയുടെ കുടുംബത്തിലെ മുഴുവൻ ആളുകളും ബഹിഷ്കരണം നടത്തി. എന്നാൽ അവിടുന്ന് അയ്യൂബ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് വഅയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നി മസ്സനിയ ദുർ വ അൻത അർഹമുർ റഹീമീൻ. അള്ളാഹുവേ, ഇതാ പ്രയാസം ബാധിച്ചിട്ടുണ്ട്, എനിക്ക് ബുദ്ധിമുട്ടാണ് റബ്ബേ, നീ അർഹമുർ റഹീമാണ് എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് 18 കൊല്ലം രോഗം കൊണ്ട് പ്രയാസപ്പെട്ട അയ്യൂബ് നബി അലൈഹിസ്സലാം ഒരു പുതുജീവിതത്തിലേക്ക് അള്ളാഹു പരിവർത്തിപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമ്മെ സഹായിക്കാൻ പ്രതിസന്ധികളിൽ റബ്ബ് നമ്മളോടൊപ്പമുണ്ട് എന്നതിനെക്കുറിച്ച് ഞാൻ നിങ്ങളും അറിയണം. പലപ്പോഴും അല്ലാഹുവേ എന്ന് നമ്മളുടെ നാവ് കൊണ്ട് നമ്മൾ വിളിക്കും, എന്നാൽ വിളിക്കാൻ നമ്മളുടെ മനസ്സ് ഒരുപക്ഷേ ഇങ്ങനെയൊക്കെ വിളിക്കുമ്പോൾ അല്ലാഹുവേ സഹായിക്കണം, ഈ പ്രതിസന്ധികളിൽ എന്നെ കരകയറ്റണേ റബ്ബേ, ഇതൊക്കെ ചോദിക്കാനുള്ള ഒരു മനസ്സ് സഹോദരങ്ങളെ നമുക്കുണ്ടോ എന്നതിനെക്കുറിച്ച് പലപ്പോഴും മനസ്സ് കുറ്റപ്പെടുത്തും. ജീവിതത്തിൽ തിന്മകൾ സംഭവിച്ചു പോയവരാണെങ്കിൽ അള്ളാഹുവിനോടൊന്ന് പ്രാർത്ഥിക്കാൻ പോലും മനസ്സ് വരാത്തവരായി മാറും. അവിടൊക്കെ നമ്മൾ അറിയേണ്ടുന്നത് ഒന്നാമത്തത് 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കണം. ഒന്നാമത്തത് അൽ ഈമാനു ബില്ലാ, അള്ളാഹുവിലുള്ള അടിയുറച്ച വിശ്വാസത്തെക്കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത്. ആരെയാണ് റബ്ബ് സഹായിക്കാം എന്ന് വാഗ്ദാനം നൽകിയത്? വകാന ഹഖ്കുൻ അലൈന നസ്റുൽ മുഅ്മിനീൻ, മുഅ്മിനുകളെ വിശ്വാസികളായ ആളുകളെ സഹായിക്കുക എന്നത് അള്ളാഹുവിൻ്റെ ബാധ്യതയാണ്, റബ്ബ് ഉത്തരവാദിത്തമായി ഏറ്റെടുത്തതാണ്. സഹോദരങ്ങളെ, വിശ്വാസികളാണോ റബ്ബ് സഹായിക്കും. ജീവിതത്തിൽ ഏതെങ്കിലും ഒരു നിമിഷം ശിർക്ക് കടന്നു വന്നിട്ടുണ്ടോ എന്നതിനെക്കുറിച്ച് ആലോചിക്കണം. പലപ്പോഴും ജീവിതത്തിൻ്റെ പ്രയാസങ്ങൾ, ഒരു രോഗം വന്നാൽ, ഒന്ന് രോഗം അലട്ടിയാൽ നമ്മളൊക്കെ പലപ്പോഴും അള്ളാഹു പഠിപ്പിച്ച മാർഗത്തിൽ നിന്ന് വഴിതെറ്റി പല മാർഗങ്ങളിലേക്കും പോകും. ഏലസും മുറുക്കും ഐക്കല്ലും ചരടും ഒക്കെ കയ്യിലേക്ക് ബന്ധിപ്പിക്കുന്നവരുണ്ട്. ശിർക്കാണ് ചെയ്തത്, അള്ളാഹുവിൽ പങ്കുചേർത്തു, അവനെ കാലഘട്ടത്തിലും നരകത്തിലാണ്, അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാകില്ല എന്നത് ഖുർആനാണ് പഠിപ്പിച്ചത്. ആകാശത്തു നിന്ന് വീണവനെപ്പോലെ എന്നൊക്കെ ഖുർആൻ ഉപമിച്ചത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ജീവിതത്തിൽ സന്തോഷ നിമിഷങ്ങളാകട്ടെ, പ്രതിസന്ധിയുടെ നിമിഷങ്ങളാകട്ടെ, ഏതു നിമിഷവും വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ തൗഹീദ് ജീവിതത്തിൽ നിന്ന് വ്യതിചലിക്കുന്ന, വിശ്വാസത്തിൽ പുഴുക്കുത്ത് സംഭവിക്കുന്ന ഒരു വിശ്വാസം വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നത് നമ്മൾ മനസ്സിലാക്കണം. മക്കയിലെ അവിശ്വാസികളായ ആളുകളെക്കുറിച്ച് അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞു, ഫഇദാ റകിബു ഫിൽ ഫുൽക്, അവർ കപ്പലിൽ പ്രവേശിച്ചാൽ കാറ്റും കോളും വന്ന്
കപ്പൽ പ്രയാസമുണ്ടായാൽ ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, അവർ ആ സന്ദർഭത്തിൽ ഇഖ്ലാസോടുകൂടി അള്ളാഹുവിനെ വിളിച്ചു പ്രാർത്ഥിക്കും. എന്നാൽ ഫലമ്മ നജ്ജാഹും ഇലൽ ബർ, എന്നാൽ അവരെ അള്ളാഹു രക്ഷപ്പെടുത്തി കരയിലേക്ക് കൊണ്ടുവന്നാൽ ഇദാഹും യുശ്രികൂൻ, അവർ അള്ളാഹുവിൽ പങ്കു ചേർക്കും, റബ്ബല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കും. സഹോദരങ്ങളെ, ജീവിതത്തിൽ രോഗം കൊണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട്, പല നിലക്കുമുള്ള പരീക്ഷണങ്ങൾ കൊണ്ട് അള്ളാഹു പരീക്ഷിക്കും. എന്നാൽ ആ പരീക്ഷണങ്ങളിൽ അതിജീവിച്ച് പല മനുഷ്യന്മാരും രോഗം വന്നിട്ട് അതൊക്കെ രോഗത്തിന് ശമനം വന്നപ്പോൾ രോഗത്തിന് ആശ്വാസം വന്നത് ഇന്നാലിന്ന ഷെയ്ഖിൻ്റെ പോരിശ കൊണ്ടാണ് എന്നൊക്കെ വിചാരിച്ച് പള്ളികളിലേക്ക്, ജാറങ്ങളിലേക്ക്, മഖാമുകളിലേക്ക് യാത്ര ചെയ്യുന്ന മനുഷ്യന്മാരെ കാണാൻ കഴിയും. അത് വിശ്വാസത്തിൽ പുഴുക്കുത്ത് സംഭവിക്കുന്ന ആളുകളാണ് ഇത്തരത്തിൽ യാത്ര ചെയ്യുന്നത്. അത്തരം ആളുകളെ സഹായിക്കാം എന്നത് അള്ളാഹുവിൻ്റെ വാഗ്ദാനമല്ല. എന്നാൽ ഖുർആൻ പഠിപ്പിച്ചത്, റബ്ബ് പഠിപ്പിച്ചത് വകാന ഹഖ്ഖുൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ, വിശ്വാസികളാണോ, ഒറിജിനൽ വിശ്വാസികളാണോ, സഹായിക്കാൻ അള്ളാഹു ഉണ്ട് എന്ന ഏറ്റവും നല്ല വാഗ്ദാനമാണ് അള്ളാഹു സമ്മാനിക്കുന്നത്. രണ്ടാമത്തത് ഇബാദത്തിൻ്റെ വിഷയമാണ്. സഹോദരങ്ങളെ, ഈ ജീവിതത്തിലെ പ്രയാസങ്ങൾ സംഭവിക്കുമ്പോൾ ഒന്നാമതായി മനുഷ്യൻ ഒഴിവാക്കുന്നത് അള്ളാഹുവിൻ്റെ മുമ്പിലുള്ള ഇബാദത്താണ്. നമസ്കാരത്തെ ജീവിതത്തിൽ ഉപേക്ഷിച്ചു കളയുന്ന മനുഷ്യന്മാരുണ്ട്. ചെറിയ രോഗാകട്ടെ, വലിയ രോഗാകട്ടെ, പിന്നീട് റബ്ബിനെ ഓർക്കാത്തൊരവസ്ഥ ജീവിതത്തിൽ വന്നുപോകും. അതുപോലെ തന്നെ ജീവിതത്തിൽ സന്തോഷങ്ങൾ, അമിതാഹ്ലാദങ്ങൾ, വലിയ സമ്പത്ത് അള്ളാഹു സമ്മാനിക്കുമ്പോൾ ആദ്യം ഒഴിവാക്കുന്നത് ജീവിതത്തിൽ നമസ്കാരാകും. അള്ളാഹു ജീവിതത്തിൽ ഒരു ഖൈർ ഉദ്ദേശിച്ചപ്പോൾ നമുക്കൊരു കച്ചവട സ്ഥാപനം ഉണ്ടായിരുന്നു, എന്നാൽ അള്ളാഹു അതിൽ ബർക്കത്ത് ചെയ്തു, 2 സ്ഥാപനം വന്നു. പിന്നീട് അടിക്കടി അതിനൊക്കെ വർധനവ് സംഭവിച്ചപ്പോൾ കൃത്യമായി 5 നേരം പള്ളിയിൽ നമസ്കരിക്കാൻ വന്നവനെ പിന്നീട് 2 സമയങ്ങളിലായി, പിന്നീട് പള്ളിയിലേക്ക് കയറാത്തവനായി മാറുമ്പോൾ സഹോദരങ്ങളെ ആലോചിക്കണം. അള്ളാഹു തന്ന ആഫിയത്തിനെ റബ്ബ് തിരിച്ചെടുത്തതാണ്. അള്ളാഹു തന്ന നിഅമത്തിനെ റബ്ബ് തിരിച്ചെടുത്തതാണ്. അതുകൊണ്ട് ഒന്നാമതായി വലിയ സന്തോഷങ്ങളും സൗഭാഗ്യങ്ങളും വരുമ്പോൾ ഒന്നാമതായി ഉപേക്ഷിക്കുന്നത് റബ്ബിനോടുള്ള ഇബാദത്തിൻ്റെ വിഷയത്തിൽ മനുഷ്യൻ അകന്നുപോകും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഖുദ്സിയായ ഒരു ഹദീസിൽ കാണാം, ഇദാ തഖറബൽ അബ്ദു ഇലയ്യ അശ്ശിബർ, ഒരു മനുഷ്യൻ അള്ളാഹുവിനോടൊരു ചാണടുത്താൽ തഖറബതു ഇലൈഹി ദിറാഅ, അള്ളാഹു അവനിലേക്ക് ഒരു മുഴമടുക്കും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. വഇദാ തഖറബ ദിറാഅൻ, ഒരു മുഴം അള്ളാഹുവിലേക്ക് അടുത്താൽ തഖറബ്തു മിൻഹു ബാഅൻ, ഞാൻ എൻ്റെ അടിമയിലേക്ക്, അള്ളാഹു പറയാണ്, ഞാൻ എൻ്റെ അടിമയിലേക്ക് ഒരു വാര അടുക്കും. എന്നാൽ വഇദാ അതാനി മാഷിയൻ, ഒരുവൻ എൻ്റെ അടുക്കലേക്ക് നടന്നു വന്നാൽ അതൈതുഹു ഹർവല, ഞാൻ അവനിലേക്ക് ഓടിച്ചെല്ലും എന്ന് പഠിപ്പിക്കുന്നത് അള്ളാഹു ആണ്. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന് തൻ്റെ അടിമകളോടുള്ള ഇഷ്ടം എത്ര വലുതാണ് സഹോദരങ്ങളെ. നമ്മൾ റബ്ബിലേക്ക് നടന്നെടുത്താൽ അള്ളാഹു നമ്മിലേക്ക് ഓടിവരും എന്നത് അള്ളാഹു ആണ് പഠിപ്പിച്ചത്. അതുകൊണ്ട് ഇബാദത്തിൻ്റെ വിഷയത്തിൽ സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കണം. സുബഹി നമസ്കരിക്കാതെ, ളുഹർ നമസ്കരിക്കാതെ, അസറിൻ്റെ സമയത്ത് ജീവിതത്തിൽ ഒരു വലിയ പരീക്ഷണം അള്ളാഹു തന്നപ്പോൾ അള്ളാഹുവേ എന്ന് വിളിക്കാൻ സഹോദരങ്ങളെ നമുക്ക് കഴിയോ? നമസ്കരിക്കാത്തവനായി, അള്ളാഹുവിനെ ഓർക്കാത്തവനായി പ്രതിസന്ധിയുടെ സമയത്ത് കൈകൾ ഉയർത്തി അള്ളാഹുവേ എന്ന് വിളിക്കാൻ എന്ത് യോഗ്യതയാണ് വിശ്വാസികളെ നമുക്കുള്ളത് എന്നതിനെക്കുറിച്ച് ഞാനും നിങ്ങളും ആലോചിക്കേണ്ടതാണ്. അതുകൊണ്ട് മൂന്നാമത്തെ വിഷയമായി നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് ജീവിതത്തിൻ്റെ വിശുദ്ധിയാണ്. ജീവിതത്തിൻ്റെ വിശുദ്ധി നമ്മൾ കാത്തു സൂക്ഷിക്കണം. അള്ളാഹുവിൻ്റെ വാഗ്ദാനമായി അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞു, വമയ്യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ, ആരാണോ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നത്, തഖ്വയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം ആരാണോ നയിക്കുന്നത്, യഖ്റുജുഹു മഖ്റജ, അവന് ഒരു പോംവഴി, ഒരു തുറവി അള്ളാഹു പ്രദാനം ചെയ്യും. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ്റെ ജീവിതത്തിൽ എന്തിനാണ് സഹോദര ഈ നെട്ടോട്ടം ഓടുന്നത്, എന്തിനാണ് രാപ്പകൽ അധ്വാനിക്കുന്നത്? ഉപജീവനത്തിൽ വിശാലത കിട്ടാൻ എന്നാണ് നമ്മൾ പറയുക. എന്തിനാണ് ഈ രാപ്പകൽ അന്തിയോളം ഇങ്ങനെ ഒരു പുരുഷായുസ് മുഴുവൻ എന്തിനധ്വാനിക്കണം? കുടുംബത്തെ പോറ്റാനാണ് എന്നത് പലരും പറയാറുണ്ട്. എന്നാൽ അവിടെയൊക്കെ അള്ളാഹുവിനെ സൂക്ഷിച്ചുള്ള ജീവിതമാണെങ്കിൽ റബ്ബേറ്റിട്ടുണ്ട് സഹോദരങ്ങളെ. വമയ്യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ, അള്ളാഹു ഒരു പോംവഴി
നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല സുഖവും സന്തോഷവും റബ്ബ് സമ്മാനിക്കും എന്നത് ഖുർആനാണ് പഠിപ്പിച്ചത്. ഇത് സൂറത്തു തലാഖിലെ 2-ാമത്തെ ആയത്തിലാണെങ്കിൽ 4-ാമത്തെ ആയത്തിൽ വീണ്ടും അള്ളാഹു പറഞ്ഞു, വമയ്യത്തഖില്ലാഹ യജ്അൽ ലഹു മിൻ അംരിഹി യുസ്റ. അള്ളാഹുവിനെ സൂക്ഷിച്ച ഒരാൾ ജീവിച്ചാൽ അവൻ്റെ കാര്യം അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും. ഇത് ഖുർആനാണ്. ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ അറിയുന്ന റബ്ബാണ് നമ്മളോട് സംസാരിച്ചത്. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം നിങ്ങൾ സൂക്ഷിച്ചാൽ നിങ്ങളുടെ കാര്യം റബ്ബ് നോക്കിക്കൊള്ളും, അള്ളാഹു നോക്കിക്കൊള്ളും എന്നത് അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ ജീവിതം ഏറ്റവും നല്ല നിലക്ക് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ സഹോദരങ്ങളെ നമുക്ക് കഴിയണം. രാത്രി മുഴുവൻ സമയം നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ, നമ്മളുടെ സ്മാർട്ട് ഫോണിൽ അശ്ലീലതകൾ കണ്ട് ഒരു രാത്രി മുഴുവൻ കിടന്നുറങ്ങി രാവിലെ പുലർച്ചയിൽ അള്ളാഹുവെ എന്ന് വിളിക്കാൻ സഹോദരങ്ങളെ കഴിയൂ? നമ്മളൊരു രാത്രി മുഴുവൻ കണ്ടത് ഹറാമാണ്, അശ്ലീലതകളാണ്. പലതും കാണാൻ പാടില്ലാത്തതൊരു രാത്രി മുഴുവൻ കണ്ടിട്ട് ഹയ്യ അല സ്വലാ, ഹയ്യ അലൽ ഫലാ എന്ന് വിളിക്കുമ്പോൾ ആ വിളിക്കുത്തരം ചെയ്ത് ഒരാൾ പള്ളിയിലേക്ക് വന്ന് സുബഹി നമസ്കരിക്കാൻ വന്നവന് എങ്ങനെ ഖുശൂഓടുകൂടി അള്ളാഹുവിനെ ഭയപ്പെട്ട് സഹോദരങ്ങളെ നമസ്കരിക്കാൻ കഴിയും? അതല്ലെങ്കിൽ ജീവിതത്തിലെ പ്രതിസന്ധിയിൽ എങ്ങനെ അള്ളാഹുവിനോട് ഒന്ന് കൈകൾ ഉയർത്തി റബ്ബേ എൻ്റെ കാര്യങ്ങൾ നീ ഏൽക്കണം, നീ എന്നെ സഹായിക്കണം എന്ന് ചോദിക്കാൻ സഹോദരങ്ങളെ എങ്ങനെ കഴിയും എന്നതിനെക്കുറിച്ച് നമ്മളുടെ മനസ്സിൽ ഒരു വല്ലാത്ത കുത്തുണ്ടാകും. എൻ്റെ പരസ്യ ജീവിതം, എൻ്റെ രഹസ്യ ജീവിതം അതൊക്കെ ഏറ്റവും നല്ല നിലക്കാണ് എന്നതിന് പറയാൻ നമുക്ക് ജീവിതം വിശുദ്ധമാണ് എന്ന് പറയാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കൂ. എൻ്റെ മൊബൈലിൽ ഒരു അശ്ലീലതക്കും ഇന്നേ വരെ സാക്ഷ്യം വഹിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഞാൻ ഇന്നേ വരെ ഒരിക്കലും എൻ്റെ മൊബൈൽ മറ്റൊരാളുടെ കയ്യിലേക്ക് കൊടുക്കുന്നതിൽ എനിക്കൊരു പ്രയാസവും വന്നിട്ടില്ല. എൻ്റെ മൊബൈലിൽ ഒരു അശ്ലീലതക്കും ഞാൻ സാക്ഷിയായി നിന്നിട്ടില്ല. എനിക്കൊന്നും ക്ലിയർ ചാറ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഗൂഗിളിൻ്റെ സെർച്ച് എഞ്ചിനിൽ ആർക്കും പരിശോധിക്കാം എന്ന നിലക്കൊന്ന് മൊബൈൽ കൈമാറാൻ സഹോദരങ്ങളെ വിശ്വാസികളെന്ന നിലക്ക് നമുക്ക് കൈമാറാൻ കഴിയും എന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം. ഒരുപക്ഷേ നമ്മൾ വിവാഹം ചെയ്ത് ഇന്നലകളിൽ നമ്മൾ വിവാഹം ചെയ്ത് ഒരുപക്ഷേ ബിസ്മില്ലാ ബിസ്മില്ലാ എന്ന അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് നമ്മൾ മഹറു കൊടുത്ത് നമ്മൾ ഇണയായി സ്വീകരിച്ച നമ്മളുടെ ഭാര്യയോടല്ലാത്തൊരു ബന്ധം, ഒരു അവിഹിതം നമ്മളുടെ ജീവിതത്തിലുണ്ടോ എന്നതിനെക്കുറിച്ച് നമ്മൾ പരിശോധിക്കണം. ഒരുപക്ഷേ നമ്മളുടെ മൊബൈലിൽ നമുക്കിഷ്ടപ്പെട്ടവർ, നമ്മളോടൊപ്പം സഹകരിക്കുന്നവർ, നമ്മളുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർ, അവരോടൊക്കെയുള്ള ബന്ധം എപ്രകാരമാണ് എന്നതിനെക്കുറിച്ച് ആലോചിക്കണം. നമ്മളുടെ ഭാര്യയെ, ഹലാലായ ഭാര്യയെ നമ്മൾ നിക്കാഹു ചെയ്ത് നമ്മളോടൊപ്പം നമ്മളുടെ റൂമിൽ നമ്മൾ ഒന്നിച്ച് കഴിയുമ്പോഴും ഒരു അവിഹിത ബന്ധമുണ്ട് എന്നതറിഞ്ഞാൽ സഹോദരങ്ങളെ എത്ര പ്രയാസവും. അവിടൊക്കെയാണ് രഹസ്യ ജീവിതം പരസ്യ ജീവിതത്തേക്കാൾ ഏറ്റവും സംശുദ്ധമാകണം. നമ്മളുടെ ഭർത്താവിനെ ചതിക്കുന്ന ഒരു ജീവിതം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഒരിക്കലും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പുരുഷന്മാരെ, വിശ്വാസികളായ ഭർത്താക്കന്മാരെ ഒരിക്കലും ചതിക്കുന്ന ഒരു അവിഹിതത്തിലേക്ക് ഒരു സ്ത്രീയും ബന്ധപ്പെടാൻ പാടില്ല. അവിടെയാണ് അള്ളാഹുവിനെക്കുറിച്ചുള്ള സൂക്ഷ്മത, റബ്ബിനെക്കുറിച്ചുള്ള സൂക്ഷ്മത ജീവിതത്തിൽ ഉണ്ടാകേണ്ടുന്നത്. സഹോദരങ്ങളെ, നമ്മളുടെ മനസ്സ് നമ്മളോട് ചോദിക്കും, എനിക്കെൻ്റെ റബ്ബിനോട് ചോദിക്കാൻ അർഹതയുണ്ടോ എന്നതിനെ നമ്മൾ പലപ്പോഴും റബ്ബെ എന്ന് വിളിക്കും, അള്ളാഹു എന്ന് വിളിക്കും. എന്നാൽ ആ വിളി ഏറ്റവും നല്ല ആത്മാർത്ഥമായി റബ്ബെ എന്ന് വിളിക്കാൻ ജീവിതത്തിൽ ഹറാമുകൾ ചെയ്യുന്നവർ, ജീവിതത്തിൽ ഹറാമുകൾ കൂടെ കൂട്ടുന്നവർക്ക് കഴിയില്ല സഹോദരങ്ങളെ. അതുകൊണ്ട് ജീവിതത്തിൻ്റെ ഏതു നിമിഷവും റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ടുള്ള ജീവിതമാണെങ്കിൽ ആ ജീവിതത്തിൽ ഖൈറുണ്ട് എന്നതാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിപ്പിച്ചത്. ഒരു ലഹരിയുടെ അംശം, അതൊരു പുകയാകട്ടെ, ഒരു പഫാകട്ടെ, ഒരു പൊടിയാകട്ടെ, ഒന്നും എൻ്റെ ജീവിതത്തിലില്ല എന്ന് സാക്ഷ്യപ്പെടുത്താൻ ഒരു വിശ്വാസിക്ക് കഴിയണം സഹോദരങ്ങളെ. പലപ്പോഴും ഹറാമുകൾ നിറഞ്ഞ ജീവിതം, എൻ്റെ സമ്പത്തിൽ ഒരു ഹറാമും കലർന്നിട്ടില്ല
എന്ന് പറയാൻ ഒരു വിശ്വാസിക്ക് കഴിയണം. അതാണ് അള്ളാഹുവിനെക്കുറിച്ചുള്ള സൂക്ഷ്മത. തഖ്വയുള്ള ജീവിതം അതാണ്. ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവും ഏത് നിമിഷവും എൻ്റെ റബ്ബ് എന്നെ നിരീക്ഷിക്കുന്നുണ്ട്. യസ്തഖ്ഫൂന മിനല്ലാഹ് വലാ യസ്തഖ്ഫൂന മിനന്നാസ്. ഒന്ന് നോക്കൂ, യസ്തഖ്ഫൂന മിനന്നാസ് വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്. നിങ്ങൾക്ക് ആളുകളിൽ നിന്ന് പലതും മറച്ചു വെക്കാൻ കഴിയും, അള്ളാഹുവിൽ നിന്ന് ഒന്നും മറച്ചു വെക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന ഓർമ്മപ്പെടുത്തലാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ നൽകുന്നത്. അതുകൊണ്ട് ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ ജീവിതം റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അദീമ ലി വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പലപ്പോഴും ജീവിതത്തിൻ്റെ വ്യത്യസ്ത നിമിഷങ്ങളിൽ നമ്മൾ പല ആളുകളിൽ നിന്നും ഉപദേശങ്ങൾ കേൾക്കാറുണ്ട്. എന്നാൽ കേട്ടതൊക്കെ ഒരു ചെവിയിലൂടെ കേട്ട് മറ്റൊരു ചെവിയിലൂടെ പുറന്തള്ളുന്നവരായി വിശ്വാസികൾ മാറാൻ പാടില്ല. എന്നാൽ ഏറ്റവും വലിയ ഉപദേശകൻ ആരാണ് എന്നതിനെക്കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞു, മാ അബ്ലഗുൽ ഇലാദ് അന്നളുറു ഇലൽ അംവാത്. നിങ്ങൾക്ക് ജീവിതത്തിൽ നൽകുന്ന ഏറ്റവും വലിയ ഉപദേശം, നിങ്ങൾ ജീവിച്ചിരിക്കുന്ന സമയം നിങ്ങൾക്ക് മുമ്പ് യാത്ര ചെയ്ത മരണപ്പെട്ട മനുഷ്യരുണ്ട്, അവരുടെ ചലനമറ്റ ശരീരത്തിലേക്ക് നോക്കലാണ് ഏറ്റവും വലിയ ഉപദേശം. എത്രയോ ആളുകൾ നമുക്ക് മുമ്പ് മരണപ്പെട്ടിട്ടുണ്ട്, നമ്മളോട് ഉറ്റവരാണ്, നമ്മളോടൊപ്പം ഇന്നലെ വരെ സഹകരിച്ച ആളുകളുണ്ട്, സംസാരിച്ചവരുണ്ട്, നമുക്ക് മുമ്പ് അള്ളാഹുവിലേക്ക് യാത്ര ചെയ്തു. അവരൊക്കെ എങ്ങനെയുള്ള ആളുകളായിരുന്നു? വലിയ സമ്പന്നരായിരുന്നു, വലിയ സൗകര്യമുള്ള ആളുകളായിരുന്നു, ജീവിതത്തിൽ വലിയ അധികാരമുള്ളവരായിരുന്നു. അവരെന്ത് കൊണ്ടുപോയി? അവർ ഒരുക്കിയത് അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള ഏറ്റവും വലിയ പാഥേയമാണെങ്കിൽ അവർ രക്ഷപ്പെട്ടിട്ടുണ്ട്. അതല്ലെങ്കിൽ ജീവിതത്തിൽ ഈ പുരുഷായുസ് മുഴുവൻ അധ്വാനിക്കാൻ ഓടി നടക്കുന്നവർ കയ്യിലെന്തുണ്ട് എന്നതിനെക്കുറിച്ച് ആലോചിക്കണം. നമുക്കൊരു തിരിച്ചുപോക്കുണ്ട്, ഒരു മരണമുണ്ട്. എന്തു പാഥേയമാണ് കൈകളിൽ ഒരുക്കിയിട്ടുള്ളത്? മഹാനായ സ്വഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അവിടുന്ന് മരണപ്പെടുന്ന സമയം ഏങ്ങലടിച്ച് കരയുന്നുണ്ട്. മകൻ ചോദിച്ചു, എന്തിനാണ് ഉപ്പച്ചിയെ കരയുന്നത്? അവിടുന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പങ്കുവച്ചത്, ഇനിയാണ് ജീവിതത്തിൻ്റെ യാത്ര ആരംഭിക്കുന്നത്. അങ്ങ് ഖബറും കടന്ന് ബർസഹും കടന്ന് വിചാരണയുടെ ലോകവും കടന്ന് ഞാൻ സ്വർഗത്തിലാകുമോ, അതല്ല എനിക്ക് ജീവിതത്തിൽ നഷ്ടം സംഭവിക്കുമോ? പറയുന്നത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. സഹോദരങ്ങളെ, ആലോചിക്കണം. ഒരു പുരുഷായുസ് മുഴുവൻ ഇസ്ലാമിന് വേണ്ടി ജീവിതം സമർപ്പിച്ചവർ, അവർ ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ വേദനകളുമായി അള്ളാഹുവിനെ കണ്ടുമുട്ടണം എന്ന് വിചാരിക്കുന്ന സന്ദർഭം, നമ്മളുടെ കൈകളിൽ എന്തുണ്ട് എന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം. വലിയ സമ്പത്തും സൗകര്യങ്ങളും എല്ലാം ഉണ്ട് എന്ന് അവകാശപ്പെട്ടാലും ഇതൊന്നും നമ്മളുടെ കൂടെ ഉണ്ടാകില്ല. അതുകൊണ്ട് ആത്മാർത്ഥമായ ഒരു പരിശോധന ഉണ്ടാകണം. കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഡോക്ടർ ഫാത്തിമ ഷക്കീർ അവരുടെ ഒരു പോസ്റ്റ് നിങ്ങളൊക്കെ വായിച്ചു കാണും. ഒരു 12 വയസ്സുകാരി അള്ളാഹു സമ്മാനിച്ച അവരുടെ മകളെ അള്ളാഹു തിരിച്ചെടുത്തു. വല്ലാത്തൊരു പോസ്റ്റാണ്. വായിക്കാത്തവർ മുഴുവൻ വായിക്കണം. ഒരു ഈമാനിക കരുത്താണ് അതിലൂടെ ലഭിക്കുന്നത്. ഫാത്തിമ ഷക്കീർ എന്ന ഉമ്മയ്ക്ക് പറയാനുള്ളത് മകളുടെ വാക്കുകളാണ്. ജീവിതത്തിൽ 6 കൊല്ലം ക്യാൻസർ ബാധിച്ച് റേഡിയേഷൻ ചെയ്ത് സർജറി ചെയ്ത് കീമോ ചെയ്ത് ആ സന്ദർഭത്തിലൊക്കെ എൻ്റെ 12 വയസ്സുള്ള മകളുടെ വാക്കുകൾ എനിക്ക് ജീവിക്കാൻ വലിയ പ്രചോദനം നൽകി. ഞാൻ തളർന്നുപോയ നിമിഷങ്ങളാണ്. എന്നാൽ എൻ്റെ മകൾ, ഉമ്മച്ചിയെ നിങ്ങൾ കരയരുത്, ഉമ്മച്ചി കരഞ്ഞാൽ എനിക്ക് സങ്കടാകും, നമ്മളോടൊപ്പമുള്ളത് അള്ളാഹു ആണല്ലോ, റബ്ബ് നമ്മെ സഹായിക്കും വച്ചി എന്നൊരു മകൾ 12 വയസ്സുകാരി പറയുമ്പോൾ മനസ്സ് കുളിർത്തു പോകുന്ന ഒരു ഉമ്മ. അവിടുന്ന് ഉമ്മച്ചിക്ക് പങ്കുവെക്കാനുള്ളത്, റമദാനിൻ്റെ ദിനരാത്രങ്ങളിൽ എത്രയോ ഖത്തം ഓതി തീർക്കുന്ന മകൾ, നമസ്കരിക്കാൻ ഒരുമിച്ചു നമസ്കരിക്കാറാണ് പതിവ്. എന്നാൽ രോഗത്തിൻ്റെ മൂർധന്യതയിലെത്തുമ്പോൾ, വേദന സഹിക്കാൻ കഴിയാതൊക്കെ ആകുമ്പോൾ, എൻ്റെ മകളെ വിളിക്കാതെ ഒരുപക്ഷെ ഞാൻ നമസ്കരിക്കുമ്പോൾ ഉണർന്നെഴുന്നേറ്റാൽ ആ മകൾ പറയുന്നത്, ഉമ്മച്ചി ഇന്നത്തെ ജമാഅത്ത് എനിക്ക് മിസ്സായി എന്നതാണ്. നോക്കണം,
രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരു മകൾ, അള്ളാഹുവിനെ ഓർക്കുന്നൊരു മനസ്സ്. നിരന്തരം എൻ്റെ ലക്ഷ്യം അള്ളാഹുവിൻ്റെ അടുക്കലുള്ള സ്വർഗ്ഗമാണ്. ആ സ്വർഗത്തിലേക്ക് ഉമ്മയും ഉപ്പയും ഒരുമിച്ച് വരുന്നതിനെ ഞാൻ കൊതിക്കുന്നു ഉമ്മച്ചി എന്ന് പറയുന്ന ഒരു മകൾ, അത്തരം മക്കളെ വാർത്തെടുക്കാൻ സഹോദരങ്ങളെ കഴിയണം. പല മരണങ്ങളും വലിയ തിരിച്ചറിവുകളാണ് സമ്മാനിക്കുന്നത്. അതുകൊണ്ട് ധാരാളമായി മരണത്തെ ഓർക്കണം. എന്തിന്? ഏറ്റവും നല്ലൊരു ജീവിതം. അക്സിറു ദിക്ർ ഹാദി മുല്ലദാത്, എല്ലാ സുഖങ്ങളെയും തകർത്തുകളയുന്ന മരണത്തെ നിങ്ങൾ സദാ ഓർത്തുകൊണ്ടിരിക്കണം. ജീവിതത്തെ ധന്യമാക്കാൻ, അള്ളാഹുവിനെ സൂക്ഷിക്കാൻ, കച്ചവടങ്ങളും അതുപോലെ തന്നെ ഇടപാടുകളും പരസ്പരം സംസാരങ്ങളും എല്ലാം നന്നാക്കി അള്ളാഹുവിനെ സൂക്ഷിച്ചുള്ളൊരു ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ജീവിതത്തിൽ ചെയ്തു പോയ എല്ലാ തിന്മകളും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന മുഴുവൻ സഹോദരി സഹോദരന്മാർക്കും അള്ളാഹുവെ നീ ആജിലായ ശിഫ പ്രദാനം ചെയ്യുന്ന റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുന്ന റഹ്മാനെ. കലിമത്തു ഷഹാദ ഉച്ചരിച്ചു മരിക്കുവാനുള്ള തൗഫീഖ് അള്ളാഹുവെ നീ പ്രദാനം ചെയ്യുന്ന റഹ്മാനെ. തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ അള്ളാഹുവെ നീ സഹായിക്കണേ. അല്ലാഹുമ്മ ഗഫിറിലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബ ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ഇന്നനാ آمنا فاغفر لنا ذنوبنا وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.